ഈ പാലത്തേൽ നിന്നിട്ടാണ് ആന ഈ വാഴ പറിച്ചത്. ഇവിടെ നിന്ന് പരാതി കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഈ കൊടുക്കുന്നവനിപ്പോൾ പരാതി കൊടുക്കലുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര തവണയാണ് പരാതി കൊടുക്കാം. അഥവാ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് 2 പടക്കം പൊട്ടിച്ചു, ഈ റോട്ടിൽ നിന്ന് പടക്കം പൊട്ടിച്ചു, അവർ വണ്ടിയിൽ കയറി പോയി. നമ്മൾ വോട്ട് ചെയ്യുന്നു, മേലെ തലപ്പത്ത് പോയിരിക്കുന്നു, അവർ പോയിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, നടത്തുന്നു. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, കൃഷിക്കാരന് വേണ്ടിയിട്ട് ഒന്നും തീരുമാനിക്കുന്നില്ല. നമ്മളുടെ 90% നമ്മുടെ പിള്ളേർ പുറം രാജ്യങ്ങളിലേക്ക് കടന്നു പോവുക. അവരിഞ്ഞ തിരിച്ചു വരുമെന്നുള്ളത് സംശയമാണ്. ഈ ആനയും മൃഗങ്ങളും എല്ലാം ഉള്ളിടത്തിലും അവർക്ക് വന്ന് താമസിക്കാൻ കഴിയും. ഇത് പെരുകുന്നതനുസരിച്ച് കൊന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കണ്ടമാനായിപ്പോയി. ആ തൂക്ക് ഫെൻസിങ് വേണ്ടാന്നും പറഞ്ഞ് ഞങ്ങള് സമരം ചെയ്തു. ഈ കൽമതില് കടന്ന് അങ്ങനെ വരുന്നില്ല തോന്നുന്നു അല്ലേ? കൽമതില് കടന്ന് വരുന്നില്ല. ഇവിടെയൊക്കെ പകലും ഉണ്ടോന്ന് പറയാൻ പറ്റിയല്ലേ? പകല് അങ്ങനെ കിടക്കുന്നില്ല. പകല് കടന്ന് പഠിച്ചാൽ അതും പോരും. നമസ്കാരം. ഞാനിന്ന് വയനാട് ജില്ലയിലെ പണയമ്പം എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. വടക്കനാട് പ്രദേശമാണ്. ഇതിനു മുന്നേ പല പ്രാവശ്യം നമ്മൾ ഈ ഒരു പ്രദേശം കണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള പ്രശ്നം, അതായത് കാട്ടാന പ്രശ്നം ഒക്കെ നമ്മൾ നിരവധി തവണ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ കാണിച്ചിട്ടുള്ളതാണ്. ഏതായാലും വീണ്ടും നമ്മൾ ഈ പ്രദേശത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇപ്പോഴും സ്ഥിതി വ്യത്യാസമൊന്നുമില്ല, പഴയതിലും രൂക്ഷമായിട്ട് തന്നെയാണ് ഈ പ്രദേശത്തെ സ്ഥിതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ പ്രദേശത്ത് നിരവധി കൃഷിയും കാര്യങ്ങളൊക്കെ കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട്, പലരുടെ. അപ്പം നമ്മൾ ഇനി വരുന്ന 1-2 എപ്പിസോഡുകൾ അതിനെക്കുറിച്ചായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇവിടെ ഉള്ള ഒരു ചേട്ടൻ്റെ പറമ്പും മറ്റും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ സമീപ പ്രദേശത്തുള്ള ആളുകളുടെ പറമ്പൊക്കെ കളഞ്ഞൊരു ഭീകരമായ അവസ്ഥയാണ് കാണാനായിട്ട് പോകുന്നത്. പണയമ്പം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ചുറ്റും ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. 3 വാർഡ്, അതായത് മൂൽപ്പുഴ പഞ്ചായത്തിൻ്റെ 3 വാർഡ് അടങ്ങിയിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് നമ്മൾ കുറച്ച് നാൾ മുന്നേ വന്നതാണ്. ഏകദേശം ഇപ്പോൾ ഒരു 4-5 മാസമായി. ആ ഒരു സമയത്ത് നമ്മൾ ഈ പ്രദേശത്തെ വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടതാണ്. വളരെ ഭീകരമായ അവസ്ഥയായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. കുറേ പൗങ്ങും കാര്യങ്ങളൊക്കെ ഈ ചേട്ടൻ്റെ തന്നെ നശിപ്പിച്ച ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ പ്രദേശത്തേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ കണ്ടത് ഈ ഒരു പ്രദേശത്ത് കുരങ്ങല്ലേ ഏട്ടാ? ആ, കുരങ്ങ് ഉണ്ടോ? ഇത് റംബൂട്ടാനാണ്. റംബൂട്ടാനല്ലേ? ആ, റംബൂട്ടാൻ. ഓടിച്ചാ പോവോ? അങ്ങനെ ഓടിച്ചാ പോവോ? ഇതാ ഇവിടുന്ന് കിട്ടും, ഓടിച്ചാ പോവില്ല. ഇത് വലിയൊരു ചടങ്ങ് തന്നെയല്ലേ കുരങ്ങ്? ആ, അതായിരിക്കുന്ന കണ്ടില്ലേ? വലിയ സംഭവമാണിത്. ഇത് ഇവിടുന്ന് വന്ന് ഇവിടെ കൂടി കഴിഞ്ഞാൽ പിന്നെ പോലും അതാ കണ്ട മരത്തിന്റെ ഒക്കെ റംബൂട്ടാൻ, അതൊക്കെ എല്ലാ മരത്തിലുണ്ട്. ഇതാ ഉണ്ടോ? നിങ്ങൾക്ക് എത്ര കുരങ്ങ് നീങ്ങണം. ഇതാ ഈ മരത്തിലൊക്കെ നോക്കി. ഇതൊക്കെ ഇവിടെ എന്ത് കൃഷി ചെയ്തിട്ടും കാര്യമില്ലല്ലേ? ഒരു കൃഷി ചെയ്തിട്ടും കാര്യമില്ല. എത്ര കുരങ്ങാ ഇവിടെ. നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെ ഒരു 10-50 എണ്ണത്തിന് എണ്ണി എടുക്കാം കേട്ടോ. ഓക്കെ, നുണ പറയുന്നതല്ല. കൈ ഇരിക്കണു. അതെ. എത്ര എണ്ണം നോക്കി. എല്ലാ മരത്തേലും ഒരു 5-8 എണ്ണം വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെ ഇരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാ മരങ്ങളും കടന്ന് കുലുങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഈ പറമ്പ് നിറച്ച് ഇവിടെ മൊത്തം റംബൂട്ടാൻ കൃഷിയാണ്. ഇങ്ങോട്ട് കയറിയ പാടെ കണ്ട ഒരു കാഴ്ച അതുണ്ടോ, റംബൂട്ടാൻ പറിച്ച് തിന്നുന്ന ഒരു കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് PC മുത്തായി. നമ്മൾ ഒരു 6-7 മാസം മുന്നേ നമ്മൾ കണ്ടിരുന്നു. അന്നത്തേന് ശേഷം എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്? അന്നത്തെ പോലെ അതിനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും. ഒരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം വരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനേനെ അവർ നോവിക്കുന്നില്ല. അഥവാ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് 2 പടക്കം പൊട്ടിച്ചു, ഈ റോട്ടിൽ നിന്ന് പടക്കം പൊട്ടിച്ചു, അവർ വണ്ടിയിൽ കയറി പോയി. പിന്നെ ആ ആന പോർട്ടിലേക്ക് മാറി നിന്നു. കുറച്ച് കഴിയുമ്പോൾ അതേ സ്ഥിതിയിൽ തന്നെ ആനയിലേക്ക് ഇറങ്ങണം. അങ്ങനെയായി ജനങ്ങൾ മടുത്തു. ഇപ്പൊ പറച്ചലൊന്നുമില്ല. പറഞ്ഞാലും ഓടിക്കുന്ന ആള് വരുന്നില്ല. അതാണ് ഇപ്പൊ സ്ഥിതി. അഥവാ വന്നാൽ ആ റോട്ടിൽ നിന്നൊരു പടക്കം പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് അവര് പോയി, പേരിനൊരു പടക്കം പൊട്ടിച്ചങ്ങ് പോകും. അവര് പോകും. അതാണ് ഇത്. ശരിക്കും ഈ മാനേനെ നോക്കാൻ തന്നെ, അല്ലെങ്കിൽ ഇത് കൃഷി സ്ഥലത്ത് ഇറങ്ങാൻ തന്നെ ഒരാള് നിയമിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തൊന്നും അങ്ങനെ ആന ഇറങ്ങൂല. 1-2 ആളെ നിയമിച്ചാൽ മതി.
അതെ അതെ. ഇപ്പോൾ ആണെങ്കിൽ നഷ്ടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ 10 പൈസ പോലും നഷ്ടം കൊടുക്കണില്ല. ഒന്നും കിട്ടുന്നില്ല. എത്രയും വർഷങ്ങളായി, 3-4 വർഷമായി നഷ്ടപരിഹാരം. വർഷങ്ങളായ പരാതികൾ പോലും കിട്ടിയിട്ടില്ല. അതെ, പരാതി കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഈ കൊടുക്കുന്നവനിപ്പോൾ പരാതി കൊടുക്കലും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര തവണയാ പരാതി കൊടുക്കുക, 10 പൈസ കിട്ടുന്നില്ല. കൊടുത്ത് നമുക്കൊരു നമുക്കൊരു നാണക്കേടായി തുടങ്ങി. പരാതി കൊടുത്തു അപേക്ഷ കൊടുത്തു, അങ്ങനെയാണ് സ്ഥിതി. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ എന്താ ഈ ഒരു പ്രദേശത്ത് ഇനിയിപ്പോൾ ആന ഇറങ്ങാത്ത ഒരു ദിവസം പോലും ഇല്ല. അതിപ്പോൾ ഞാനത് നേരെ കാണിച്ചു തരാം. നമുക്കിപ്പോൾ കുറച്ചങ്ങ് കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ പോകും. കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റിയല്ലേ? കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും യോഗ്യമായ മണ്ണാണിത്. കൃഷി ചെയ്ത് ജീവിക്കാൻ ഈ വന്യമൃഗങ്ങൾ അനുവദിക്കില്ല. ആന മാത്രമല്ലല്ലോ അല്ലേ? ആന മാത്രമല്ല, ആന, പുള്ളിമാൻ, മലമാൻ, പിന്നെ കുരങ്ങ്, പിന്നെ മയില്. ഇപ്പോൾ ഏറ്റവും വലിയ ശല്യം മയില. വാഴക്കൊലയൊക്കെ അങ്ങനെ തന്നെ തിന്നും. വാഴക്കൊല തിന്നുന്നുണ്ട്. പിന്നെ ഞാൻ പയറെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. വാഴക്കൊല അങ്ങനെ തന്നെ തിന്നും. വേത്തക്കായ ആയാലും മൂങ്കായ ആയാലും ഏത് കായാലും ആണല്ലേ കൊത്തിപ്പറിച്ച് തിന്നാം. പക്ഷെ ഈ മൃഗങ്ങൾ പെരുത്തപ്പോൾ അവർക്ക് ഭക്ഷണം ഇല്ലാതെയായി. അല്ല, അതുങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതുങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല. പെരുകി വല്ലാണ്ട്. ഒരുപാട് പെരുകി. പക്ഷെ ഇതിനെ പെരുക്കിയവരെ പറഞ്ഞാൽ മതിയല്ലേ? അതെ, കുറച്ച് ഇതിനെ കൊല്ലാനുള്ള ഒരു സംവിധാനം വന്നാൽ ഇനി ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൃഷി തീർന്നു അല്ലേ? അല്ലെങ്കിൽ കൃഷി തീർന്നു, ജനങ്ങളും തീർന്നു. ഒരവസ്ഥയാട്ടോ. ഒരു രീതിയിലും ജനങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലെത്തി. ഇതൊക്കെ എന്തോരം കൃഷി ചെയ്തോണ്ടിരുന്ന പറമ്പുകളല്ലേ? അതെ. ഇവിടെ ഇങ്ങനെ ഒരു കാട് പോലും കാണില്ലായിരുന്നു. കേട്ടോ, പറമ്പൊക്കെ കാട് പിടിച്ച് കിടക്കുന്നതിന്റെ കാരണം തന്നെ നമുക്ക് കാണാം. ഈ കവുങ്ങിന്റെ ഇടയ്ക്കൊക്കെ കാട് പിടിച്ച് കിടക്കുന്നത്. ഇങ്ങനെ ഒരു കാട് പോലും പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശം അല്ലായിരുന്നു. കുറച്ച് നാളല്ലേ, ഒരു 4-5 വർഷം മുന്നേ ഒക്കെ വന്നാല്. അപ്പൊ ആൾക്കാർ ചെയ്തിട്ട് കാര്യമില്ലാത്തോണ്ട് ഒന്നും ചെയ്യുന്നില്ല. അതാണ് അതിന്റെ വിഷയം. അതെ. കാരണം ഞാൻ ഒരു ദിവസം പണിയെടുത്താല് 10 വാഴ വെച്ചു, അതിന്റെ ചോറ് നന്നാക്കി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അത് കൊലക്കേണ്ട സമയമാകുമ്പോ ആന വന്ന് നശിപ്പിച്ചോളൂ. ഇതിപ്പോ ഈ ആന പറിച്ചതാ, ഒരാഴ്ചയായിരുന്നു ഈ വാഴ. ഈ പ്രദേശം ചവിട്ടി പരത്തി വെച്ചേക്കുന്നല്ലേ? അത് കൊലക്കേടായ വാഴ. ഇത് ഒരാഴ്ച ഒന്നും അല്ല, അതിന് ശേഷം വന്നിട്ടുണ്ടോ? എന്തൊക്കെ ഫ്രഷ് പോലെയാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിൽക്കുന്ന വാഴ ഒക്കെ ഒടിച്ചിട്ടിരിക്കുന്ന ആനയാ മൊത്തം അല്ലേ? മൊത്തം ചവിട്ടി പരത്തി വെച്ചേക്കല്ലേ? ഈ പറമ്പിൽ ഇനി ഒന്നും കാണില്ലായിരിക്കും അല്ലേ? ഈ പറമ്പിൽ ഒന്നുമില്ല. അതിന് വാഴയെല്ലാം തീർന്നു. തെങ്ങും തീർന്നു. അവരോട് പറയാമല്ലേ? അത് ആ വാഴക്കുണ്ട ഉണ്ടല്ലോ, ആ വാഴക്കുണ്ടൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം കളഞ്ഞാലേ? മൊത്തം ആന വന്നിട്ട് പറിച്ചു. കുറെ വാഴ ഉണ്ടായിരുന്നു, മൊത്തം തീർന്നു. റോഡ് സൈഡ് ചേർന്ന് വെച്ചതായിരിക്കും അല്ലേ? റോഡ് സൈഡ് ചേർന്ന് വെച്ചതായിരിക്കും. അതെ, അതും കളഞ്ഞു അല്ലേ? ഇവിടെ അങ്ങനെ വരലില്ലായിരുന്നു കുറെ കാലങ്ങളായിട്ട്. ഇതൊക്കെ കളഞ്ഞാലേ? ഇതൊക്കെ ആന നശിപ്പിച്ചോ. ആന ചവിട്ടിയേക്കണ ചവിട്ടുണ്ടോ? ചവിട്ടി ഇറങ്ങി പോയ പാടുകളായി കാണും. പുഴു ഉണ്ടോ ഏട്ടാ? പുഴു അട്ടയുണ്ടോ? അട്ടയില്ല. അട്ടയുണ്ട്, എന്നാലും അത്ര കാര്യമായിട്ടില്ല. ഇവിടെ വന്ന ആന ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടുന്ന് അവിടെ എല്ലാം കുറച്ച് വാഴ ഉണ്ടായിരുന്നു, അതെല്ലാം പറിച്ചു പോയത്. ഒക്കെ അങ്ങോട്ട് ഇറങ്ങാവോ? ആന ചവിട്ടി നടന്നു പോയ വഴിയാണ് ഇതല്ലോ. ഇതൊക്കെ കംപ്ലീറ്റ് കളഞ്ഞ കേട്ടോ. എന്നാ പറയാനാ, ഈ പറമ്പിൽ കൂടെ കയറി ഇങ്ങനെ ഇതൊക്കെ തന്നെ കാണാനുണ്ടാവുള്ളൂ അല്ലേ? ഇതൊക്കെ തന്നെ കാണാനുള്ളത്. നമുക്ക് കാണുന്ന അതും കളഞ്ഞാ? കാണുന്നതൊക്കെ അതെ, ഇതൊക്കെ ആന കളഞ്ഞതാ. പറമ്പിലൊന്നും ബാക്കിയില്ലല്ലേ? മഴ ആയതുകൊണ്ട് ശബ്ദത്തിന് ചെറിയ പ്രശ്നം ഉണ്ടാവും, ദയവായി ക്ഷമിക്കുക. ഇതൊക്കെ കളഞ്ഞല്ലേ? ഇതെല്ലാം ആന കളഞ്ഞതാ. ഇത് ശരി പൂമ്പാഴയത്. ഈ പൂമ്പാഴ ആന പറിച്ച് ഇതുണ്ട്, ചവിട്ടത് കണ്ടില്ലേ? അതെ. ഇവിടെയൊക്കെ പകലും ഉണ്ടോന്ന് പറയാൻ പറ്റിയല്ലേ? പകല് അങ്ങനെ കിടക്കുന്നില്ല. പകല് കടന്ന് പഠിച്ചാൽ അതും പോരും.
പറയാൻ പറ്റില്ല. ഇപ്പൊ ആരും പൊട്ടിക്കാനൊന്നും വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ? ആ ആരും പൊട്ടിക്കാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ? അതിപ്പോ ഒരു പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് മനസ്സിലായി അതെ അതെ, ഇത്ര ഉള്ളന്നല്ലേ? ഇത്ര ഉള്ളൂ എന്നുള്ളത്. അപ്പൊ അത് പാൻറ് വേണമെങ്കിൽ ഇച്ചിരി കയറ്റി വെച്ചോ. ആനയ്ക്ക് മനസ്സിലായി അല്ലേ? ആ മണി അടിക്കുന്ന പോലെ 2 മണി അടിച്ചാൽ തീരുമെന്ന്. അതെ അല്ലേ? സ്കൂളിലേ, അതെ, സ്കൂളിലൊക്കെ പിള്ളേരെ വിടാൻ വേണ്ടി മണി അടിക്കുന്ന പോലെ, മണി അടിക്കുന്ന പോലെയാണ് എന്നുള്ളത് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. 2 മണി അടിച്ചു കഴിഞ്ഞാൽ ക്ലാസ് കിട്ടുമെന്നല്ലേ? അതെ, ആനയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. മനുഷ്യർക്ക് ബുദ്ധി ഇല്ലെങ്കിലും ആനയ്ക്ക് ബുദ്ധിയുണ്ട്. കംപ്ലീറ്റ് കളഞ്ഞാലേ? ആ ഈ വാഴയൊക്കെ ആന പറിച്ചതാ. ഇവിടെയൊക്കെ വീടുകളുള്ള കേട്ടോ. പക്ഷെ പലരും ഈ പ്രദേശമൊക്കെ വിട്ടുപോയി. അതാണ് സ്ഥിതി. കണ്ടോ, വാഴ കംപ്ലീറ്റ് കളഞ്ഞാണ്. പുഴയറമ്പി കൂടെ ഇഷ്ടംപോലെ വാഴ നിന്നാട്ടോ. അത് കംപ്ലീറ്റും പോയി. ഇതുണ്ടോ, ഇവിടെയൊക്കെ വാഴ ഉണ്ടായിരുന്നു. ഈ പാലത്തേൽ നിന്നിട്ടാണ് ആന ഈ വാഴ പറിച്ചത്. ഇവിടെ നിന്ന് പാലത്തെ കയറിയാ? ആ പാലത്തെ കയറി. അത് പൊട്ടിയില്ലേ? പൊട്ടിയിട്ടില്ല. അത് അത്ര കണ്ടീഷനായിട്ടാണ് പുള്ളി കയറി അതെ 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 അതെ. പാലത്തേലൊക്കെ സാധാരണ ഇതുങ്ങ കാണാൻ അങ്ങനെ കയറുന്നല്ലേ? കയറുന്നല്ല. അതായത് ഈ ഇപ്പൊ ഈ മറ്റേ പോസ്റ്റല്ലേ? പോസ്റ്റല്ലേ ഒടിഞ്ഞ അല്ലേ? അതെ. അത്തലൊന്നും അപ്പൊ ആന ചവിട്ടിയാ പൊട്ടിയല്ലേ ഇപ്പോ? അതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇവിടെ അവിടെ നിന്നിട്ട് ആന ഇവിടുത്തെ വാഴ പറിച്ചു. നീട്ടി എത്തിപ്പിടിച്ചായിരിക്കും തുമ്പി കൈ കൊണ്ട് അല്ലേ? അതെ അതെ. ഇനി നമുക്ക് ഇത് മൊത്തം പിടിച്ച അടയ്ക്ക പറിച്ചിട്ടേക്കണം കാണാം. ആ അവിടെ അത് ഈ പറമ്പിൽ തന്നെയാ? ആ അത് ഈ പറമ്പിൽ തന്നെയാ. അത് ഇപ്പൊ ജനങ്ങള് എല്ലാം കൊണ്ടും മടുത്തു. ജനങ്ങളെല്ലാം കൊണ്ടും മടുത്തു എന്ന് പറയാനും ഇത് കാണുമ്പോ തന്നെ കാണുന്ന നമ്മളും മടുക്കുന്നുണ്ട്. കൃഷി ചെയ്യുന്നവരുടെ ഒരു 10 പ്രാവശ്യം ഓരോ കാര്യം തന്നെ ചെയ്യുമ്പോ എന്തായാലും അത് മടിപ്പ് വരൂലേ? പിന്നെ അതിനെ അതാ ആ വാഴയൊക്കെ ആന പറിച്ചിട്ടേക്കുന്നതാ. വാഴയൊക്കെ കളഞ്ഞാലേ? ആ ഇതിനകത്തൊക്കെ ഫുള്ളും തന്നെ വാഴയാർന്നു. അതെല്ലാം കളഞ്ഞു. എല്ലായിടത്തെയും മഴയാണ് കേട്ടോ. ഇത് ഒരാഴ്ച ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. മയിലൊക്കെ ചവിട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആന ഇറങ്ങിയതാ ഈ സൈഡത്തെ ഈ മണ്ണ് മാറി കിടക്കുന്ന? ആ ഇങ്ങോട്ട് ഇറങ്ങിയതാ? ആന ഇറങ്ങി വന്നതാ. ആണോ? ഇവിടെ കയറാൻ പറ്റാതെ അങ്ങോട്ട് ആക്കിയതാ. ഇങ്ങോട്ട് കയറാൻ പറ്റാത്തോണ്ട് തിരിച്ചു കയറിപ്പോയതല്ലേ? ഞങ്ങളെ സാധനം തന്നെ കേട്ടോ. അങ്ങോട്ട് വീട്ടുകാർ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? എവിടെ? ഈ വഴിക്ക് ഇനി അങ്ങോട്ട് താമസക്കാരുണ്ടോ? ഇങ്ങോട്ടോ? ആ ഇങ്ങോട്ട് താമസമുണ്ട്. അവിടെ താമസമുണ്ട്. ഉണ്ടോ? ഇക്കരയും താമസമുണ്ട്. ഞാനിപ്പോ ദിവസവും വന്നു പോയി അങ്ങനെ ഒരു ഇതിലായിട്ട് നിൽക്കുക. ഈ ആനശല്യല്ലേ? ആ പലരും ഒഴിവായി പോയി. അങ്ങനെ ഒരു അവസ്ഥ. ഈ കവുങ്ങൊക്കെ അങ്ങനെ ഒടിച്ചായിരിക്കും അല്ലേ? ഈ കവുങ്ങ് ഒടിച്ചായിരിക്കും അല്ലേ? അതൊക്കെ ആന പെടുത്തിയതാ. ആണല്ലേ? ആനയ്ക്ക് അവിടെ ഒന്ന് ചവിട്ടി പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങനെ പെടുത്തിട്ടാണതാ ഇതൊക്കെ. നമുക്ക് ഈ പറമ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ മൊത്തം കവുങ്ങ് തോട്ടങ്ങളാണ്. കവുങ്ങ് ഇതുണ്ടോ, ഇതിന്റെ നടുഭാഗം മൊത്തം കാലിയായിട്ട് കിടക്കുന്നത്. അതിന്റെ അപ്പുറത്ത് കണ്ടോ കവുങ്ങ്? ഇതിന്റെ നടുഭാഗത്തുള്ള കംപ്ലീറ്റ് കവുങ്ങും പോയതാട്ടോ. ഇല്ല ഏട്ടാ, ഇവിടെ മൊത്തം കവുങ്ങ് ഉണ്ടായിരുന്നല്ലേ? ഇതൊക്കെ മൊത്തം കവുങ്ങ് ഉണ്ടായിരുന്നു. ഈ പ്രദേശം നിങ്ങളൊന്ന് നോക്കിക്കേ. ഇനി ഒരു കവുങ്ങ് ആക്കിയില്ല. അതിന്റെ അങ്ങ് അറ്റത്തോട്ട് നോക്കി അതുപോലെ നിറഞ്ഞ് കവുങ്ങ് നിന്ന പ്രദേശമാണ്. ഇനി കവുങ്ങ് ആക്കിയില്ല. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്, അങ്ങ് അറ്റത്തുണ്ട്. ഈ നടുഭാഗത്ത് കംപ്ലീറ്റ് കളഞ്ഞു. ഇങ്ങനെ കവുങ്ങും തെങ്ങും ഒക്കെ ഇങ്ങനെ തീർന്നോണ്ടിരിക്കും കേട്ടോ. അതെന്തിനാ മാന്തി ഇടുന്ന? എന്തിനാ? ഫെൻസിങ്ങിനാ മാന്തി ഇടുന്നത്? ഇപ്പൊ അവര് ഫെൻസിങ് കൊണ്ടുവരാൻ വേണ്ടിട്ടാ. തൂക്ക് ഫെൻസിങ്. ആ തൂക്ക് ഫെൻസിങ് വേണ്ടാന്നും പറഞ്ഞ് ഞങ്ങള് സമരം ചെയ്തു. തന്നെയല്ല, ഞങ്ങളിപ്പോ ഒരു 5-6 പ്രാവശ്യം ഞങ്ങള് പഞ്ചായത്ത് അടിസ്ഥാനത്തില് വാർഡ് അടിസ്ഥാനത്തിലൊക്കെ ഞങ്ങൾ തൂക്ക് ഫെൻസിങ് വേണ്ടെന്ന് പറഞ്ഞ് ചെയ്ത എഫക്റ്റീവ് അല്ലാത്തോണ്ടാ. അത് ഇത് ശാശ്വതമല്ല അത്. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് അത് വേണ്ടാന്നും പറഞ്ഞ്. അപ്പൊ ഇടല് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ. അത് ഇതിനകത്ത് അത് ശരിക്കും അതിന്റെ പവർ കിട്ടില്ല. തന്നെയല്ല, ആന അതിന്റെ ഉള്ളിൽ ഓടിക്കടന്നു വരും.
ഓടി ഇങ്ങ് കടന്നു വരും. ആണല്ലേ? ആ ഇതാണല്ലേ അതിർത്തി? ഇതാണ് അതിർത്തി. മെല്ലെ കടന്നു വരും കേട്ടോ. മെല്ലെ പോരാ, നമുക്ക് അടയ്ക്ക പൊട്ടിച്ചിട്ട് എടുക്കാം. തൂക്കുവേലിക്ക് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഇവിടെ ഒന്നും ആന പോകുന്നൊന്നുമില്ല, ഇതിലൊന്നും ആന പോകുന്നില്ല. പക്ഷെ ഈ കൽമതിൽ കടന്ന് അങ്ങനെ വരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? കൽമതിൽ കടന്നു വരുന്നില്ല. അതായത് അതുകൊണ്ടാണ് നിങ്ങൾ കൽമതിൽ ഇടാൻ പറയുന്നത് അല്ലേ? അതാണ് ഞങ്ങൾ കൽമതിൽ ഇടാൻ പറയുന്നത്. ഞങ്ങള് ഇപ്പൊ നമ്മുടെ ആ കുപ്പാടിയില് 25 വർഷമായി കൽമതിൽ ഇട്ടിട്ട്. അത് ഇത്രയും കനമില്ല. അതായത് ഒരു 2 മീറ്റർ ആയിട്ട് ഒരു 1/2 മീറ്റർ വണ്ണത്തില് അത്രയും ആയിട്ടും 2 മീറ്റർ ആയിട്ടും. പക്ഷെ 25 വർഷത്തോളമായിട്ടും ആ കന്മതിന് പൊളിച്ച് ആന കടക്കുന്നില്ല. ആ ശാശ്വതമായ പരിഹാരമാണ് ഈ കന്മതിൽ. ഒരു 2.5 മീറ്റർ മുകളിലേക്കും 1/2 മീറ്റർ അടിയിലേക്കും 2 മീറ്റർ അല്ല 1.5 മീറ്റർ വീതിയിൽ പണിത് കഴിഞ്ഞാൽ ഒരു കാലത്തും ആന കടക്കില്ല. ആന കടക്കും. അതിപ്പോ കണ്ണൂർ ജില്ലയിലൊക്കെ അങ്ങനെ സക്സസ് ആണ്, ആറളം ഭാഗത്തൊക്കെ. മറ്റുള്ള മൃഗങ്ങളും അങ്ങനെ കിടക്കൂല. ഇതിന്റെ മുകളില് വരുമ്പോ ഇതിന്റെ മുകളില് 2-2.5 മീറ്റർ മാറ്റി വരുമ്പോ അതിന്റെ മുകളില് ഒരു പെൻസിങ്ങും കൂടി കൊടുത്താൽ സൂപ്പറായി. ചെറിയ മൃഗങ്ങളൊന്നും കിടക്കൂല. ഒരു കടുവ വരെ കിടക്കൂല. അല്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കൽമതിൽ വളർന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ആയില്ലേ അല്ലേ? അവര് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഇങ്ങനെയാവുമ്പോ ഇവർക്ക് വരുമാനം കൂടും. ആർക്ക്? ഉദ്യോഗസ്ഥന്മാർക്ക് വരുമാനം കൂട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഈ കാണിക്കുന്നത്. കാരണം ഇത് ഒരു 2-3 വർഷം ജനങ്ങൾ പിന്നെ വീണ്ടും ഈ ആനശല്യം കൊണ്ട് ഇങ്ങനെ പൊറുതിമുട്ടി കഴിയുമ്പോൾ ഒച്ചപ്പാടും പോളായി കഴിയുമ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ കുറച്ച് പൈസ ഫണ്ടും കൂടെ പാസ്സാവും. ആ ഫണ്ടും കൂടി ഇതുപോലെ ചെയ്ത് അവർക്കത് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്. ജനങ്ങളെ നന്നാക്കാനില്ല. ഈ കന്മതിൽ വരികയാണെങ്കിൽ ഏതാണ്ട് ഒരു കന്മതിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് എന്നേക്കുമായിട്ടുള്ളൊരു പരിഹാരമായില്ലേ? ഒരു 100 ഹെക്ടർ ഭൂമി ഇവിടെ കൃഷി ചെയ്യാനുണ്ട്. 3 വാർഡ്. 100 ഹെക്ടർ കൃഷി ചെയ്യാനിട്ടേക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മുതൽ നമ്മൾ കണക്ക് കൂട്ടിയാൽ 3 വാർഡ്. ആ 3 വാർഡും കൂടെ കൂടിയിട്ട് അങ്ങനെ കിടക്കുകയാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് പോയി ഇങ്ങനെ വണ്ടി കൊണ്ട് പോയി നോക്കാം. കൃഷി ചെയ്യാതെ എത്രയോ സ്ഥലങ്ങളാണ് കിടക്കുന്നത്. അതൊക്കെ ഇവിടെ നമ്മൾ കാണാൻ വന്നത് ഇത് ഈ കഴിഞ്ഞ രാത്രി ഇങ്ങോട്ട് കടന്നു വരുന്നത്. അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടോ? ഇതിപ്പോ ഞങ്ങള് 2-3 ദിവസം പിന്നെ വിളിച്ച് പറഞ്ഞതാ ആന കിടക്കുന്നുണ്ട് ആ കമ്പിന്റെ ഇടയിൽ കൂടെയാണ് എന്ന് പറഞ്ഞു. ഈ കമ്പിയിലും ഫെൻസിങ് ഇല്ല, കറണ്ട് ഇല്ല. ഇതില് ഫെൻസിങ് ഉണ്ടെങ്കിൽ ആന കടന്നു വരും. ഇത് കണ്ടോ? 2 കമ്പി അപ്പുറം ഇപ്പുറം കിടപ്പുണ്ട്. കടന്നു വരുന്ന ഇതിന്റെ നടുക്കൂടെ ആന കടന്നു വന്നേക്കണുണ്ടോ? ഇതാണ് ഈ ഫെൻസിങ്ങിന്റെ ഗുണം. അതാണ് ഞങ്ങള് പറയുന്നത്, ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കുന്നത്. ഇത് കാര്യമെന്നുള്ളത് സാധാരണ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ആന കിടക്കുന്നുണ്ട്. ആന നടന്നു വരുന്ന വഴിയെത്താം. ഇതിലെ പിന്നെ നേരെ കാലെടുത്ത് വെച്ചാൽ മതിയായിരിക്കും അല്ലേ? ഇതിലെ കാലെടുത്ത് വെച്ചാൽ മതി. അങ്ങോട്ട് പോയാൽ അതെ, അവിടെ പോയിട്ട് അടയ്ക്ക പൊട്ടിച്ചിട്ടുണ്ടല്ലേ. കവുങ്ങുകൾ ഇഷ്ടം പോലെ കളഞ്ഞേക്കുന്നത്. ഇതാണ് കൃഷിക്കാരെ സംരക്ഷിക്കേണ്ട സർക്കാർ. കൃഷിക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. കർഷകർ കൃഷി നിർത്തുന്നേരം വരെ പോകും. അത് തന്നെയല്ല, പിന്നെ അല്ല കൃഷി നിന്നു, ഏറെക്കുറെ നിന്നു. പിന്നെ തന്നെയല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തും നമ്മുടെ കേരളത്തിലും തൊഴിലില്ലാത്തതുകൊണ്ട് നമ്മളുടെ 90% നമ്മുടെ പിള്ളേർ പുറം രാജ്യങ്ങളിലേക്ക് കടന്നു പോവുക. കാരണം തൊഴിലെ തേടി അവരിഞ്ഞ തിരിച്ചു വരുമെന്നുള്ളത് സംശയമാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ആനയും മൃഗങ്ങളും എല്ലാം ഉള്ളിടത്തില് അവർക്ക് വന്ന് താമസിക്കാൻ കഴിയും. ഒരു രാജ്യത്തും ഇല്ലാത്ത പോലെ അല്ലേ? ഒരു രാജ്യത്തും ഇല്ല, ലോകത്ത് ഒരിടത്തും ഇത്രയും പ്രാധാന്യം മൃഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ആഫ്രിക്ക പോലും ഇല്ല. ഇത് പെരുകുന്നതനുസരിച്ച് കൊന്നുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് കണ്ടമാനായിപ്പോയി, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പട്ടിയെ കൊല്ലാൻ ഒരു കോടതി വെച്ചിട്ട് കണ്ടില്ലേ? ഓരോരുത്തർ കിടന്ന് കരയുക പട്ടിക്ക് വേണ്ടി. പക്ഷെ എന്താ ചെയ്യാൻ നോക്കണം. ഇവിടെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓരോരുത്തർ ഈ പട്ടീനെ കൊണ്ടുവന്നിട്ട് ഇപ്പം 4 മൈലിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് പോവാണ്. ആ ജനങ്ങളുടെ സൗണ്ടും ആ ജനങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്നുള്ളതും അതൊക്കെ മണം പിടിക്കാൻ ഏറ്റവും ഒരു പ്രാധാന്യമുള്ള ഒരു സാധനമാണ് ഈ നായി. അത് മണം പിടിച്ച് ഇങ്ങോട്ട് പോരുക. ആ ഇപ്പൊ ഇവിടെ തന്നെ 500 ആയിരക്കണക്കിന് നായ്ക്കളായി. ആയിരക്കണക്കിന് തിരുവാതികളുണ്ട്. തിരുവാതിക്കളായി കഴിയും. ഞങ്ങൾക്കിവിടെ ഞങ്ങൾ വളക്കലില്ല, ഈ സാധനത്തിന് ഞങ്ങൾ വളക്കലേ ഇല്ല. പക്ഷെ എന്നാലും ഇതിങ്ങനെ വന്നു കൂടിയിട്ട് ഇവിടെ കിടന്ന് പെറ്റ് പെരുകി ഇപ്പം പുറത്ത് ചെറിയ പിള്ളേർക്കും വലിയവർക്കും ഒന്നും പുറത്ത് കിടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായി. ആ ഇപ്പോൾ വണ്ടിയുടെ പുറകെ എത്തി തുടങ്ങി നായി. ഓടിക്കുന്നുണ്ട്. അങ്ങനൊരു സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. എല്ലാം കൊണ്ടും ഞാൻ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരുകളുടെ പോരായ്മകളാണ് ഈ വന്ന് സംഭവിക്കുന്നതെല്ലാം. നമ്മൾ വോട്ട് ചെയ്യുന്നു, മേലെ തലപ്പത്ത് പോയിരിക്കുന്നു, അവർ പോയിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, നടത്തുന്നു. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, കൃഷിക്കാരന് വേണ്ടിയിട്ട് ഒന്നും തീരുമാനിക്കുന്നില്ല, ഒന്നും നടപ്പാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. മൃഗങ്ങളെ വളർത്തുന്നുണ്ട് അവർ, പക്ഷെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. അതാണ് മൃഗങ്ങളെ വളർത്താൻ അത്രയും വളർത്തുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥലം വേണ്ട അല്ലേ? സ്ഥലം കണ്ടെത്തുന്നത് ഇങ്ങനെ ആളുകളുടെ പറമ്പ്. അതെ, സ്ഥലം വേണം. ആ തന്നലായിട്ട് ഭക്ഷണം കൊടുക്കണം. അതെ, അത് ജീവിയല്ലേ. അങ്ങനെ ഇല്ലാത്ത സർക്കാരുകള് അല്ല, മൃഗങ്ങളെ ഒരു തരത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. മൃഗങ്ങളെ കുറ്റം പറയാൻ ഒരു തരത്തിലും പറ്റില്ല. അത് തിന്നാൻ വേണ്ടി മാത്രം വരുന്ന ഒരു സാധനം. ഇതിപ്പോ ആന വന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ഭക്ഷണമാണ് ഇത്. അതെ. അത് പോർഷൻ ഉണ്ടെങ്കിൽ അവൻ വരുമോ? ഇല്ല. ഇങ്ങോട്ട് കിടക്കണ്ടെന്നുള്ള ഒരു നല്ലൊരു നിലയിലാണെങ്കിൽ അവൻ അങ്ങോട്ട് കിടക്കാതിരിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടെങ്കിലും വരില്ല. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല. എല്ലാ ആനകളും പറമ്പിലോട്ട് വരുന്നില്ലല്ലോ. ഇല്ല. ഒരു 10 വർഷം മുന്നം ഈ ഇതേപോലെ കിടക്കുന്ന കൊല്ലികളൊക്കെ പുല്ല് വിതയ്ക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്നു. കാരണം അത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആ ഫണ്ട് കൊടുത്തിട്ട് ഒരു സ്ഥലത്തും പുല്ല് വിതച്ചിട്ടില്ല. ആ ഫണ്ട് ഇവരെ അടിച്ചു മാറ്റി ഉദ്യോഗസ്ഥന്മാർ. അങ്ങനെ അനീതി അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഈ പുല്ല് കുറേ കൊല്ലികൾ ഇതേപോലെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആനയ്ക്ക് വേണ്ടി പുല്ലൊക്കെ വിതച്ചിട്ട് കഴിഞ്ഞാൽ അത് പറിച്ച് തിന്നൊക്കെ കുറേ ചക്കനകൾ പുറത്ത് നിൽക്കും. അപ്പോൾ ഭക്ഷണങ്ങളൊന്നും ഇല്ല. ഭക്ഷണങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നതുകൊണ്ടിരിക്കുന്നത് മൊത്തം കൃഷിക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ പോറ്റുന്ന കൃഷിക്കാരൻ തന്നെയാണ്. സത്യം തന്നെയാണ്. എല്ലാ മൃഗത്തിനും ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു ഇവിടെ പറമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 2000 മാനൊക്കെ അവിടെ വരുന്നതെന്ന് നോക്കിയാൽ 2000 മാനൊക്കെ വണ്ടിക്കട ആ ഭാഗത്ത് പുൽപ്പള്ളി. അത് വളരെ കുറവൊന്നുമല്ല. നമ്മുടെ ഈ 4 മൈല് നമ്മളങ്ങ് പോകുന്ന ആ ജംഗ്ഷനിലെ വയലുണ്ടല്ലോ, കാലിയായിട്ട് കിടക്കണേ, അവിടെ ചില സമയത്ത് ഒരു 12,000 എണ്ണമൊക്കെ ഒന്നിച്ചിങ്ങനെ വന്ന് നിൽക്കണം നമുക്ക് കാണാം. രാത്രി സമയത്ത് ഉണ്ടാവും. മാനുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് ദൂരേക്ക് നമ്മൾ സൂം ചെയ്ത് നോക്കിയാലും ഇതേപോലെയുള്ള നിരവധി കാഴ്ചകളാണ്. ഇത് ആരുടെയാ പറമ്പ്? ഇത് വേറെ ഇറളത്തുള്ള ആളില്ലാത്തതുകൊണ്ട് ഇവിടെ ഞാൻ പല വട്ടങ്ങളിലും ഞങ്ങളാണ് ഇവിടെ വിളിച്ച് പറയലും കാര്യങ്ങളൊക്കെ. പക്ഷെ അവര് കുറേ കവുങ്ങ് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കളഞ്ഞല്ലേ. ഇതിന്റെ ഇടവശം നോക്കിയാൽ മതി. ഇപ്പം കാലിയായിട്ട് കിടക്കുന്ന പ്രദേശത്തെ കംപ്ലീറ്റും കളഞ്ഞാണ്. അതൊന്നും കൃഷി ചെയ്യാൻ കഴിയും. ഇതല്ലായിരുന്നു ചേട്ടൻ്റെ പറമ്പ്? ആ കാണുന്നല്ലേ ഈ ചേട്ടൻ്റെ പറമ്പ്. ഇതാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഇതിൻ്റെ ഈ ഒരു അതിർത്തിയിലാണ് നിൽക്കുന്നതിൻ്റെ അപ്പുറം ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിതിൽ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അങ്ങോട്ട് നമുക്ക് പോകാനായിട്ടുള്ള ഏറ്റവും അനുവാദവും ഇല്ല. പക്ഷെ നമ്മൾ ആളുകളുടെ പറമ്പിൽ നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ. ചേട്ടൻ്റെ പറമ്പിൽ 100 കവുങ്ങൊക്കെ പോയില്ലേ? അന്ന് നമ്മൾ കണ്ടതാണല്ലോ. അതെ. അത് പിന്നെ ഞങ്ങൾക്ക് ഇപ്പം ഏറ്റവും വലിയ ആശങ്കയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കള് ഈ നാട്ടിൽ നിൽക്കൂല. എല്ലാവരും ഒഴിവായി പോവാല്ലേ? എല്ലാവരും ഒഴിവായി. വലിയ പ്രശ്നം തന്നെയാണ് ചേട്ടൻ. വലിയ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. അത് മാറി എന്തായാലും ചെയ്ത് പറമ്പുള്ളവരൊന്ന് കൃഷി ചെയ്ത് ജീവിക്കാൻ നോക്കിയാലും അതും സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ അവര് തന്നെ നിരാശപ്പെട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോട്ടെന്നേ. അവിടെയെങ്കിലും മര്യാദക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. അതെ. അപ്പൊ നമ്മൾ കുറച്ചുപേർ ഇങ്ങനെ അനുഭവിച്ച് മരിക്കാനാ യോഗം. ഇന്നിപ്പോ നമ്മളെ നോക്കാൻ ഒരു ആളില്ലാത്ത ഒരു കണ്ടീഷനിലേക്ക്. അതാണ് ഏറ്റവും മാതാപിതാക്കൾ നേരിടുന്ന ഒരു പ്രശ്നമല്ലേ. അതാണ് നേരിടുന്ന. മക്കളെല്ലാരും സൗകര്യം നോക്കി പോവും. മാതാപിതാക്കള് അതാണ്. അതെ.
അവരിപ്പോൾ അവർക്ക് കണ്ട പട്ടിയും ആടും അവരും ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് അവരും മരിക്കേണ്ടി വരും. അല്ലാതെ മക്കൾ നോക്കി മരിക്കും ഉള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അതാണ് ചേട്ടൻ പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് കേട്ടോ. കാരണം അതാണ് ഞങ്ങൾക്ക് വിഷമം. മുതൽ തീരുന്ന അനുസരിച്ച് മക്കളും തീരുന്നു. മക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല. ആരും നിൽക്കുന്നില്ല. നിൽക്കാൻ സാധിക്കില്ല. അത് ഈ സർക്കാരിൻ്റെ പോരായ്മയാണ്. ഏത് തൊഴിൽ മേഖല എടുത്തു നോക്കിയാലും സർക്കാർ അഴിമതിയും കാര്യങ്ങളും ഒക്കെ ആയി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതെ. ഇനിയിപ്പോൾ ചേട്ടൻ്റെ പറമ്പിൽ ഇനിയിപ്പോൾ എത്ര കവുങ്ങൊക്കെ ബാക്കിയുണ്ട്? ഇനിയിപ്പോൾ ഒരു 100 ബാക്കിയുണ്ടാവും. 100 അല്ലേ? എത്ര എണ്ണം ഉണ്ടായിരുന്നു? 400 കവുങ്ങുണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് ഒരു 300 അടുത്തും പോയിന്നാണ് എനിക്ക് തോന്നണേ. കാരണം ചെറുതും വലുതായിട്ട്. കാപ്പിയും പോകുന്നുണ്ടല്ലേ? കാപ്പി പോകുമല്ലോ, കവുങ്ങല്ലേ മറിച്ചിടുക. ചേട്ടൻ്റെ പറമ്പിലെ കവുങ്ങ് പോയതൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ കാണിച്ചാണ്. ചേട്ടന് അവിടെ ഒരു വീടില്ലേ? ആ വീട്ടിൽ ചേട്ടൻ രാത്രി ഒറ്റയ്ക്ക് വന്ന് താമസിച്ച് ആന വരാതിരിക്കാനും ഇങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ ആട്ടോ. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. കർഷകൻ എത്തരത്തിലാണ് ഒരു കൃഷിസ്ഥലം സംരക്ഷിക്കുന്നതെന്നോ അല്ലെങ്കിൽ എത്ര പാടുപെട്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്നുള്ളതിൻ്റെ നേർ ചിത്രമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം പക്ഷേ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് കേട്ടോ. കൃഷിക്കാരൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഓഹരി സർക്കാരും പറ്റുന്നുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. കൃഷിക്കാരൻ്റെ ആദായത്തിൻ്റെ ഒരു ഓഹരി സർക്കാരിലേക്ക് പോകുന്നുണ്ട്. അത് ടാക്സായിട്ടും നികുതിയായിട്ടും പല രീതിയിലായിട്ട്. ഇപ്പോഴത്തെ സർക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നല്ല നേരത്തെ സർക്കാരാണെങ്കിലും 100 രൂപ ഒരു കർഷകൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം മാത്രമേ നോക്കുള്ളൂ. അവനെ നന്നാക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. ഒരു സബ്സിഡി കൃഷിക്ക് കൊടുക്കുന്നില്ല. ഒരു മറ്റേ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വലിയ കുടിശ്ശിയായിട്ട് അവൻ്റെ സ്ഥലം വെക്കേണ്ട ഗതികേടാ വന്നാണ്. അങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് ഈ പറമ്പ് മര്യാദയ്ക്ക് ഉണ്ടെങ്കിൽ പറമ്പിൽ നിന്ന് കിട്ടാവുന്ന കാര്യമുള്ളൂ അല്ലേ? അതെ, ഈ പറമ്പിൽ നിന്ന് കിട്ടിയാൽ തന്നെ ഈ സർക്കാരിലേക്ക് ചെല്ലുന്നുണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്ന ആദായത്തിന്റെ ഒരു ഓഹരി പൈസ സർക്കാരിലേക്ക് ചെല്ലുന്നില്ല. എന്നിട്ട് സർക്കാർ ഈ കൃഷിക്കാരെ സംരക്ഷിക്കാത്ത എന്തുകൊണ്ടാണെന്നുള്ളതാണ് അറിയാത്തത്. അപ്പോൾ കൃഷിക്കാരനെ തന്നെ പിഴിഞ്ഞ് അവനെ ഇല്ലാണ്ടാക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോഴത്തെ ഈ ഭരണവും കാര്യങ്ങളും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. നമ്മൾ ഇത്ര നേരം ഈ ഒരു പറമ്പും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇതിൽ നടന്ന് ഈ പ്രദേശമൊക്കെ കണ്ടു. അവിടുത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി നമ്മൾ കണ്ടതാണ്. പല സ്ഥലങ്ങളിലും കൃഷിയില്ല. മിക്ക സ്ഥലങ്ങളിലും കൃഷി നിർത്തി കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിലോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മിക്ക സ്ഥലങ്ങളിലും ഇനി കൃഷി ബാക്കിയില്ല. ഇനി ഉള്ള സ്ഥലത്താണെങ്കിൽ ആളുകൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് 4 ചോട് എന്തെങ്കിലും ഒരു സാധനങ്ങളൊന്ന് നട്ടുപിടിപ്പിച്ച് വളർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊട്ടും സാധ്യതയും ഇല്ല. ഇപ്പം നമ്മൾ ഈ വരുന്ന വഴിക്ക് തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കണ്ടതാണ്. ഒരു 50 കുരങ്ങല്ല, നമുക്കെല്ലാം ഒന്നും ക്യാമറയിൽ കിട്ടിയില്ല, പക്ഷേ നമുക്ക് കണ്ടാൽ അറിയാം, കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്കറിയാം. ഒരു 50 കുരങ്ങൊന്നുമല്ല, അത്രത്തോളം കുരങ്ങുകൾ ആ പ്രദേശത്തുള്ള റംബൂട്ടാൻ കംപ്ലീറ്റ് പറിച്ച് തിന്നുകയാണ്. റംബൂട്ടാൻ്റെ വിലയൊക്കെ നമുക്കറിയാമല്ലോ, 250 രൂപയൊക്കെ വിലയുള്ളൊരു സാധനമാണ്. ഒറ്റ കയറ്റത്തിന് 50 കുരങ്ങ് മനസ്സ് വെച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റ് മണിക്കൂർ വേണ്ട. അപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ ഓരോ പറമ്പിലും ഇതേപോലെ നട്ടുപിടിപ്പിച്ച് കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തിന്നുകൊണ്ടാണ് ഈ മൃഗങ്ങൾ കംപ്ലീറ്റ് ഇപ്പോൾ ജീവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഒരു കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് കാട്ടിലെ മൃഗങ്ങളെ തീറ്റിപ്പോറ്റുന്നത് കർഷകർ തന്നെയാണ്. അതങ്ങനെ തന്നെയാണ്. കർഷകരാണ് എന്താ പറയുക ഈ വന്യമൃഗങ്ങൾക്ക് കംപ്ലീറ്റ് തീറ്റ കൊടുക്കുന്നത്. അത്രത്തോളം വന്യമൃഗങ്ങൾ പെരുകി കഴിഞ്ഞു. കാടിന് താങ്ങാൻ പറ്റാത്ത അത്രയും വന്യമൃഗങ്ങൾ പെരുകി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും എല്ലാം നാട്ടിലേക്ക് ഇറങ്ങാണ്. മാത്രമല്ല നാട്ടിലാകുമ്പോൾ ഇഷ്ടംപോലെ തീറ്റയും കാര്യങ്ങളുണ്ട്, കാട്ടിൽ ഇതൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അത് കർഷകരുടെ ചോരയും നീരുമാണ് ഇപ്പോൾ ഈ വന്യമൃഗങ്ങൾ
തിന്ന് മുടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആർക്കും ഒരു കുലുക്കവും ഇല്ല. ഇങ്ങനെ ഓരോ പ്രാവശ്യം ഒരു തെങ്ങും വാഴയും കവുങ്ങും ഒക്കെ പോകുമ്പോൾ അതിങ്ങനെ ഒരു ചെറിയ വാർത്തയാവും എന്നല്ലാതെ അതിനപ്പുറത്തോട്ടൊരു പ്രാധാന്യവും ഇപ്പോൾ ആരും ഇതിനും കൊടുക്കാത്തൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ഒരു 8 മാസം മുന്നേ ഞാൻ ഈ പ്രദേശത്ത് വന്നപ്പോഴും ഇതിലും കഷ്ടമായിരുന്നു, ഇപ്പോൾ അതിലും കഷ്ടമായി. അപ്പോൾ ഇതുപോലെ ആളുകൾ ബുദ്ധിമുട്ടുന്നതല്ലാതെ ഇതിനൊരു പരിഹാരവും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പോഴും ഇതിൻ്റെ ഈ പറയുന്ന ആളുകളൊക്കെ ഇവിടുന്ന് പോയിട്ട് തന്നെ ഉണ്ടാകും. അതായിരിക്കും ഇതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത്. അതൊന്നും ഇവിടെ നിൽക്കില്ല. ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ മക്കളാരും ഇവിടെ നിൽക്കുന്നില്ല. മക്കളൊക്കെ ഇവിടുന്ന് നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാം ആരാണ് ഇങ്ങനെ നിൽക്കുക? ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ എന്താ പറയുക, ഇതുപോലെ എന്താ പറയുക, നട്ട ഒരു സാധനം കിട്ടുകയില്ല. പിന്നെ ഇങ്ങനെ കാല് പിടിച്ച് ഒരു നഷ്ടപരിഹാരത്തിന് ഇങ്ങനെ കാല് പിടിച്ച് നടക്കണം. ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും നാട് വിട്ട് പോകും. നാട് വിട്ട് ഈ നാട്ടിൽ എന്താ പറയുക, യുവജനങ്ങളില്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. നമ്മൾ ഈ നാട്ടിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ മാത്രം കാണും. അവരിങ്ങനെ ആട്ടും തുപ്പും സഹിച്ച് ഇങ്ങനെ ഇവിടെ നിൽക്കും. അതല്ലാതെ ഒരു ജീവിതത്തിൽ ഒരു ഉന്നമനമൊന്നും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് കുറേ നാളുകൊണ്ട് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം കേട്ടോ. ഇപ്പോൾ ഏതായാലും വളരെ കഷ്ടം തന്നെയാണ് കർഷകൻ്റെ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.